ഹായ് ഗായ്സ്, വെൽക്കം ടു ഹണിബീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണമാണ്. അപ്പം എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഓണമാണല്ലോ. ഇപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലും പരിപാടികളിലൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നാളെ കോളേജിൽ ഓണമാണ്. അപ്പം 7-ാം തീയതി നമ്മുടെ ഹോസ്റ്റലത്തെ ഓണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗായിട്ട് ഞങ്ങൾക്ക് വലിയ വ്ളോഗൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ചെറിയൊരു വ്ളോഗ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോളേജിൽ നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ് കേട്ടോ. നാളെ കഴിഞ്ഞ് നമുക്ക് 12-ാം തീയതി കോളേജ് പൂട്ടും. അത് കഴിഞ്ഞ് പിന്നെ വെക്കേഷൻ സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഓണം വ്ളോഗ് ശരിക്കുള്ള നമ്മുടെ വീട്ടിലെ ഓണം വ്ളോഗ് വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് കോളേജിലെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും നേരം പുറത്ത് പോയിട്ട് നാളെ നമുക്ക് ഡ്രസ്സിനിടാനുള്ള പൂവൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് നമ്മൾ പൂ വാങ്ങിച്ചത് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുന്നത് ഉണ്ടാക്കിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് അപ്പോൾ നമ്മുടെ ക്ലാസ് പിള്ളേർ പറഞ്ഞായിരുന്നു കുറച്ച് പൂ സംഘടിപ്പിക്കാൻ, അങ്ങനെ നമ്മൾ അതും വാങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഇന്ന് രാത്രി നമുക്ക് പ്ലീറ്റൊക്കെ എടുത്ത് നമുക്ക് അയൺ ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യണം. എന്താ ചെയ്യണം മീനു? കാണിച്ച് എന്തെങ്കിലും കാണിക്ക് മഞ്ഞുരകം കാലം. ഒരാളിവിടെ പഞ്ച് കിടക്കാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ പറയൂ. അലേഖ വന്നിട്ടില്ല. അലേഖ നാളെ വരുള്ളൂ. അപ്പം നമുക്ക് ബാക്കി കുറെ അതെ, അവളാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റൊക്കെ. നമ്മളിപ്പം ഇന്ന് രാത്രി നമുക്ക് ഹെയർ കേർഡ് ചെയ്യാനൊക്കെ ഉണ്ട്, കുറേ പണികളുണ്ട്. പ്ലീറ്റ് എടുത്ത് വെക്കുക, അയൺ ചെയ്യാനുണ്ട്, മൈലാഞ്ചി ചെയ്യാനുണ്ട്, നെയിൽ പോളിഷ് ഇടാനുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. നമ്മൾ നാളെ ഇവിടെ മുടി കെട്ടി കൊടുക്കാനുള്ളത് ഒന്നും ശരിയാവുള്ള. നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് പൂവൊക്കെ വരണം. അപ്പോൾ നമ്മൾ വെറുതെ ട്രയൽ നോക്കിയതാട്ടാ. സോ ഗൈസ്, നമ്മൾ കുളിച്ച് വന്നു കേട്ടോ. കണ്ട ഞങ്ങൾ കുളിച്ച് വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണം പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഇത് അയൺ ചെയ്യാനും പിന്നെ മറ്റേ ബാക്കിയൊക്കെ ചെയ്യാനും. ഇപ്പം നമ്മളിവിടെ പൂവ് ഇതാക്കി കാണിച്ചു തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ? തിരുമുറ്റം പൂക്കളാലെ നിറയും പറനിറയേ. ഞങ്ങൾ ഊർമിളൻ്റെ പുതിയ വേർഷനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കുകയാണ് ഗൈസ്. തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ? സോ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ പണിയും നമ്മളെ കഴിച്ചതാണ്. നമുക്ക് കുറേ നേരത്തെ നിൽക്കാൻ വയ്യ, ഉറക്കം പോവും. അപ്പോൾ ബാക്കിയുള്ള കുറേ കാലം നമ്മൾ കഴിച്ചു കൈ കഴിച്ചെടുക്കും. ഇത് കണ്ടു ഞങ്ങളിങ്ങനെ ഇത് അന്ന് നമ്മുടെ ഹോസ്റ്റൽ ഓണത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇട്ടു. കാരണം വെച്ചാൽ അത് കുറച്ചേ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബോറായി നിൽക്കണം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇട്ടു. 2 പേരും ഇട്ടിട്ടുണ്ട്. 2 കാണിച്ചു. ഓക്കെ, വിക്കിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിനി നമ്മുടെ സാരിയൊക്കെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ലല്ലോ. നമുക്ക് നാളെ രാവിലെ നീക്കാം. മുടി കുറച്ച് കേൾ ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേക്കപ്പ് ചെയ്യാനുണ്ട്, ഡ്രസ്സിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ. സോ നമുക്ക് നാളെ 7 മണിക്ക് എണീക്കണം. സോ ബൈ ബൈ ഗൈസ്. തിരുവാവണിരാവ് മനസാകെ നിലാവ്
മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ എല്ലാരും കാണിക്കൂ. മീനു എന്താ പണാ? മീനുടെ തിരുവാതിര കാണിച്ചിട്ടോ ഗൈസ്. മീൻ തിരുവാതിര കളിക്കാമോ? ഇല്ല ഞങ്ങൾ പോയി കണ്ടിട്ട് വരട്ടെ ഗൈസ്. പാപ്പുക അമിത് വരൂ. മുഹിബ് വാ. ഞങ്ങളുടെ യൂട്യൂബിൽ വരും കേട്ടോ. കടക്കണ്ണിൽ മഷി മിന്നും ഉറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും മസം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം ഹലോ ഗൈസ്. ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കഴിച്ചത് ഫുഡ് എടുത്ത് കിടക്കുന്ന അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു. നന്നായി ക്ഷീണിച്ചു. ഇപ്പോഴാണ് ഫുഡ് ഇട്ട് സമയം ഇപ്പോൾ 4 മണിയായി. അപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. നല്ല വിശപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മീനു അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കഴിച്ച് വന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മറ്റേ DJ പോലത്തെ ഡപ്പാങ്കുത്ത് മീൻസ് എന്താ പറയുക നാസിക് ലോണൊന്നും കൊണ്ട് അതും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ഓൺ പരിപാടി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു. ഹേയ് ഗായ്സ്. സോ നമ്മുടെ ഓണം വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കോളേജിൻ്റെ ഓണായിരുന്നു. സോ ഞങ്ങളുടെ ലാസ്റ്റ് വിക്ടോറിയ ഓണം എന്നൊക്കെ പറയാം. സോ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ ഗൈസ്.